ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ, ചെറിയൊരു ഭാഗമാണ് കേട്ടോ, രാവിലത്തെ ചെറിയൊരു ഭാഗം എടുത്തിട്ടുള്ളതാണ്. വീഡിയോസ് ഒന്നും എടുക്കാനുള്ളൊരു സാഹചര്യത്തിലായിരുന്നില്ല, ഞാൻ പറഞ്ഞില്ല പ്രഷർ കുറഞ്ഞ ആ ഒരു പ്രശ്നം. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു ഭാഗം എന്തായാലും ഞങ്ങൾ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതെന്ന് വെച്ചിട്ട് അങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മളിങ്ങനെ അന്വേഷിക്കും, കാണാതാകുമ്പോൾ ഒരു ദിവസമെങ്കിലും കാണാതായില്ലേ നമ്മൾ വാട്സപ്പിൽ ചോദിക്കാറുണ്ട് കേട്ടോ, എന്താണ് എന്ന് കാണാനൊന്നുമില്ലല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്താ പറയുക, അതുപോലെ നമ്മുടെ ഫാമിലിയിലേക്ക് കുറേ പേര് പുതുതായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. തുടർന്നും നിങ്ങൾ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കുറേ പേര് ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. പിന്നെ എന്താ പറയുക, അധികം വീഡിയോസും കാര്യങ്ങളൊന്നും ഇതിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ചെറിയൊരു വീഡിയോ ആണ്, 10 മിനിറ്റ് ഉണ്ടെങ്കിലും നമ്മൾ ഈ കാണിച്ചത് കുറച്ചങ്ങ് ലെങ്ത് കൂട്ടി എടുത്തതാണ് കേട്ടോ. വേറെ ഒന്നല്ല, നമുക്കിന്നത്തെ വേറെ വിശേഷങ്ങളും വീഡിയോസൊന്നും ഇല്ലാത്ത കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതേ ഞാൻ ചോറ് വയ്ക്കാനുള്ള കലക്കൊന്ന് കഴുകിയെടുത്ത്. അപ്പോൾ ഇന്ന് ചോറ് ഞാൻ അടുപ്പിലല്ല കേട്ടോ വെക്കുന്നത്. അപ്പോൾ കലം തലയുടെ കഴുകി മാറ്റി വയ്ക്കുകയാണ്. അങ്ങനെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, വിറക് അടുപ്പ് കൂട്ടിയെങ്കിലും വിറക് റെഡി ആയിട്ടില്ല. വിറകാരിപ്പോൾ സാധാരണ ആഴ്ചയിൽ വരാനാണ്, ഇപ്പം എന്താണോ ഈ ആഴ്ച കണ്ടിട്ടില്ല കേട്ടോ. ഒരു ദിവസം ഞാൻ സൗണ്ടൊക്കെ കേട്ടോ അങ്ങോട്ട് ഓടി പോകുമ്പോഴേക്കും ആളുടെ വഴിക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് വിറക് അവിടെ നിന്നൊക്കെ ആയിട്ട് കുറച്ച് പെറുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അടുപ്പിൽ കറി വയ്ക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കറിയും നമ്മുടെ പയറുപ്പേരും, ഒടിപ്പയറില്ലേ, അതും കൂടി ഉപ്പേരി ഉണ്ടാക്കാൻ നിൽക്കണം. അപ്പോൾ അതിൻ്റെ തീയൊക്കെ ഒന്ന് കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ ചട്ടിയിൽ ആദ്യമായിട്ട് ഇതിപ്പോൾ മുട്ടക്കറിയാണ് കേട്ടോ ആദ്യം തന്നെ ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ മുട്ടയൊക്കെ കുക്കറിൽ ഞാനൊന്ന് വിസിലടിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേഗം റെഡിയാക്കിയെടുക്കാം. അപ്പോൾ കാക്കകളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് വല്ലതും തിന്നാൻ കിട്ടുമെന്ന് അന്വേഷിച്ചിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ പാത്തൂസിനോട് പറയുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോ, കാക്കനെ ഓടിപ്പിച്ചോ എന്നൊക്കെ കേട്ടോ. പാത്തൂസാണെങ്കിൽ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനത്തെ ചട്ടി ഒന്ന് ചൂടായതിൻ്റെ ശേഷം ഇപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്ക് വേഗം തക്കാളി സബോളയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാക്കകൾ ഇങ്ങനെ വരാൻ കാരണം ഇവിടെ മുകളിൽ ഷീറ്റൊന്നും കെട്ടിയിട്ടുമില്ല, പിന്നെ മറവൊന്നുമില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ പിന്നെ പാത്തൂസ് മിക്സർ എടുത്ത് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളുടെ പുറകെ വരുന്നതും ഉണ്ട്. അങ്ങനെ ഇതേ ചട്ടി ഒന്ന് ചൂടായതിൻ്റെ ശേഷം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയും സബോളയും പച്ചമുളകും മൂന്നും കൂടി ഒരു പാത്രത്തിൽ തന്നെ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അല്ലാതെ ഇവിടെ അങ്ങനെ നിരത്തി വയ്ക്കാനുള്ള സൗകര്യം ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അങ്ങോട്ട് വാട്ടിയെടുക്കാം കേട്ടോ. പിന്നെ സുഡാപ്പി ഇല്ലാത്ത കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ ആ ഡോർ ഇവിടെ വയ്ക്കാത്ത. സുഡാപ്പി ഉണ്ടെങ്കിലാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഇല്ല അടുപ്പിൻ്റെ അടുത്തേക്ക് പാത്തൂസ് അങ്ങനെ വരില്ല, ഞാൻ ഉണ്ടെങ്കിൽ തന്നെ വരുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ അവൾക്ക് പേടിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇങ്ങോട്ട് വരില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ മുട്ട ഒന്ന് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അവൾക്ക് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അവളോട് ഇരുന്ന് കഴിച്ചോളൂന്ന്. പിന്നെ മിക്സർ ഇപ്പം ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഞാൻ നാളികേരമൊക്കെ അരച്ച് വെച്ചിട്ടാണ് കേട്ടോ ഈ പണിക്ക് ഇറങ്ങിയത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളത് അരയ്ക്കാൻ പോകുന്ന ടൈമിലൊക്കെ ഇവിടെ സാധനം കരിഞ്ഞു പോകും. ഗ്യാസ്മേലൊക്കെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കാണല്ലോ. ഇതിപ്പോൾ പുറത്തായ കാരണം കൊണ്ട് അത് നടക്കില്ല. അപ്പോൾ നാളികേരം ഞാൻ വെറുതെ അരച്ചെടുത്തതാണ് കേട്ടോ. മസാലപ്പൊടിയൊക്കെ ഇതിൽ തന്നെ ചേർക്കുകയാണ്. അപ്പോൾ ഇത് തക്കാളി സബോളയൊക്കെ ഒന്ന് വാട്ടിക്കഴിഞ്ഞതിന് ശേഷം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി 3 മസാലപ്പൊടികൾ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ നല്ല കാറ്റുണ്ട് കേട്ടോ പുറത്ത്. അപ്പോൾ അതിൻ്റെ ഒരു കാറ്റുകൊണ്ട് തീ കെട്ടിട്ടൊന്നുമില്ല, പക്ഷേ തീ നല്ലോണം കത്തുന്നുണ്ട്. പക്ഷേ കാറ്റുകൊണ്ട് ഇങ്ങനെ പുക വരുന്ന കാരണം കൊണ്ട് നിങ്ങൾ ശരിക്കും തീ കത്തുന്നില്ല എന്ന്, പക്ഷേ നന്നായിട്ട് തീ കത്തുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്നിങ്ങനെ വരുമ്പോൾ ഞാൻ ഊതി കൊടുക്കാമെന്ന് വെച്ചിട്ട് അവിടെ കോലൊരെണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാറ്റുള്ള കാരണം ചിലപ്പോൾ കെടാനും ചാൻസ് ഉണ്ടല്ലോ. പിന്നെ ഇതിൽ ഒഴിക്കാനുള്ള വെള്ളം കൂടി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് നാളികേരം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ കാറ്റ് വരുമ്പോൾ പുക ഇങ്ങനെ പാത്തൂസിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എണീക്കാൻ പറ്റുള്ളൂ, എണീക്കണില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഊതി കൊടുക്കുകയാണ്. പിന്നെ വിറക് നല്ല കത്തണ വിറക് തന്നെയാണ് കേട്ടോ, അതുകൊണ്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ ഇത് ഞാൻ നാളികേരം അരച്ചതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മസാലയ്ക്കൊന്ന് ചൂടായി വന്നതിന് ശേഷം പിന്നെ ചാറിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മുട്ടക്കറിയുടെ റെസിപ്പിയൊക്കെ ഞാൻ കുറേ അപ്ലോഡ് ചെയ്തതാണ്. എന്നാലും ഇന്നിപ്പോൾ നമ്മുടെ കുക്കിംഗ് ഇവിടെ പുതിയ ചട്ടിയിലും അതുപോലെ തന്നെ പുതിയ അടുപ്പിലും ആദ്യമായിട്ടുള്ള കറിവെപ്പാണല്ലോ. അപ്പോൾ അതും കൂടി അങ്ങോട്ട് ഉൾപ്പെടുത്താൻ വിചാരിച്ചതാണ് കേട്ടോ. അങ്ങനെ ഇതേ ഞാനൊരു കൊള്ളിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലുള്ളതൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും ഇത് നല്ലോണം അങ്ങോട്ട് തീ കത്തുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതേ മുട്ടയുടെ തൊലിയൊക്കെ കളയണ്ട. അപ്പോഴേക്കും കാക്കകളൊക്കെ റെഡി ആയിരിക്കുന്നുണ്ട് കേട്ടോ, അത് കൊത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, കയ്യോടെ തന്നെ ഇത് വേഗം അങ്ങോട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അടച്ച് വെക്കുകയാണ് കേട്ടോ. എൻ്റെ കണ്ണങ്ങനെ തെറ്റിക്കഴിഞ്ഞാൽ ഒരു മുട്ട പോകുന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഇവിടെ മക്കൾക്കായാലും എനിക്കായാലും മുട്ടയുടെ ഉണ്ണി ഞങ്ങൾ ആരും അങ്ങനെ കഴിക്കില്ല കേട്ടോ. ആർക്കും അതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. മുട്ട കഴിക്കുന്നല്ലാണ്ട് ഉണ്ണി കഴിക്കുന്ന ശീലം ഇവിടെ ആർക്കും ഇല്ല.
അപ്പോൾ പാത്തൂസിന് ഇപ്പം ഞാൻ ഒരെണ്ണം ഉണ്ണി കിടന്നിട്ട് എടുത്ത് മാറ്റിയിട്ട് ഒരെണ്ണം അങ്ങനെ കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പാത്തൂസ് പാത്രമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാത്തൂസിനെ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വെയിലുള്ള കാരണം കൊണ്ട് ആളിങ്ങോട്ട് അധികം കിടക്കുന്നില്ല. പിന്നെ ഇവിടെ നല്ലോണം ഒന്നും കൂടി വെയിലാകുമ്പോഴേക്കും വേഗം പണി തീർക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഞാനത് പയറൊക്കെ ഒന്ന് നുറുക്കി വെച്ചിട്ടാണ് കേട്ടോ ഇവിടെ വന്ന് നിന്നത്, ഈ പണിക്ക് നിന്നത്. ഇല്ലെങ്കിൽ നമ്മൾ നാളികേരം കരച്ച് വെക്കുന്ന കറിയാണെങ്കിൽ അത് തിളച്ച് പോവുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച പോലെ ഇതാവില്ല. അപ്പോഴേക്കും ഞാനൊന്ന് കണ്ണങ്ങോട്ട് നീങ്ങിയപ്പോഴേക്കും ഇത് കാക്ക മുട്ട കൊത്താൻ വേണ്ടി വന്നതാണ് കേട്ടോ. പക്ഷെ ഞാൻ മുൻകൂട്ടി അത് അറിഞ്ഞ കാരണം കൊണ്ട് തന്നെ ഞാനത് അവിടെ അടച്ച് വെച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കാക്കതേ ചമ്പി പോയിട്ടുണ്ട്. അങ്ങനെ മുട്ടക്കറിയൊക്കെ ഇതേ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിലവർ മുട്ടക്കറിയിൽ പുളി ചേർക്കാറുണ്ട്. എനിക്കെന്തോ അതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. എനിക്ക് നല്ല ഇവിടെ മക്കൾക്കായാലും ഇഷ്ടമൊന്നുമില്ല കേട്ടോ. ഇക്കുള്ള സമയത്ത് അങ്ങനെ കുറച്ച് പുളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നല്ലാണ്ട് കാക്ക പുളിയോട് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. അത് സാമ്പാറിലായാലും മീൻകറിയിലൊക്കെ ആയാലും നല്ല പുളി വേണം കേട്ടോ. എനിക്കതിനോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ് കേട്ടോ. അങ്ങനെ മുട്ടയൊക്കെ ചേർത്തതിന് ശേഷം കറി തിളച്ചതിന് ശേഷം ഞാൻ അടുപ്പിലേക്ക് അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് അകത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തിനാണെന്നറിയും, കാച്ചൽ ഇനിയിപ്പോൾ അവിടെ കാച്ചാന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ ഇപ്പോൾ നല്ല വെയിൽ വന്നു തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ ഈ ഉപ്പേരിയും കൂടി ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പണി അങ്ങോട്ട് നടക്കാമെന്ന് വെച്ചിട്ട്. പിന്നെ ഞങ്ങളുടെ അടുക്കളയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കുക്കിംഗ് ചെയ്യുന്നിടത്ത് ഇങ്ങനെ ഇതുമത്തെ ആവിയും നമ്മൾ കുക്കൊക്കെ ചെയ്യുമ്പോൾ ആ സമയത്ത് ഇങ്ങനെ ആവിയും ഓരോന്ന് തെറിക്കലൊക്കെ ചെയ്തിട്ട് അടുപ്പിൻ്റെ അവിടെയൊക്കെ കറുപ്പ് കളറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുമരുമ തേക്കാത്ത ചുമരാണ് കേട്ടോ. മറ്റേ ഹോളോ ബ്രിക്സ് വെച്ച കട്ട വെച്ചിട്ട് വെറുതെ പെയിൻ്റ് ചെയ്യുമ്പോൾ കൂടെ അടിച്ചു കൊടുക്കുക ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് താമസം മാറുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഇപ്പം എന്ന് വെച്ചാൽ നല്ലോണം അങ്ങോട്ട് കളറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് കുറച്ച് വൈറ്റ് സിമെൻറ്റ് ഇരിക്കുന്നുണ്ട് ഇവിടെ, അതൊന്ന് വെറുതെ കലക്കിയിട്ട് ഒന്ന് അടിച്ച് കൊടുത്ത് നോക്കാം. പിടിക്കുമെന്നില്ലെന്നറിയാം, എന്നാലൊന്ന് ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ അത് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം അത് ചെയ്യാം, എന്നിട്ട് വേണം ഓടിപ്പോയി കുളിക്കാനായിട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് വാട്ടിയതിൻ്റെ ശേഷം വറ്റൽമുളകില്ലേ അതൊന്ന് ചതച്ചെടുത്തിട്ട് ഞാൻ അവിടെ കുപ്പിയിലാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് പയർ നന്നായി കഴുകി അതും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തത് അവിടെ അങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പേരി അവിടെ റെഡിയായി വരട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത പണിയിലേക്ക് പോകാൻ. അപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ട് പോകാനും പറ്റൂല കേട്ടോ. നല്ല കാറ്റ് വരണം, കാരണം ഇനിയിപ്പോൾ കാറ്റത്ത് വല്ലതൊക്കെ പാറി വീഴൂ അങ്ങനത്തെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ പയറൊക്കെ ഏകദേശം ആകാറായിട്ടുണ്ട്. ഈ പയറാണ് കേട്ടോ എൻ്റെ മൂത്ത ആൾക്ക് ഇഷ്ടം. ആൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പയർ മാത്രം മേടിച്ച് കൊണ്ടുവരുള്ളൂ കേട്ടോ. ആൾക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. മറ്റേ പച്ചപ്പയറിനോട് ആൾക്ക് വലിയ താല്പര്യമില്ല, ഈ ഒടിപ്പയറിനോടാണ് കൂടുതൽ താല്പര്യം കേട്ടോ. അങ്ങനെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉപ്പേരി ഇളക്കി നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നാളായില്ല ഇപ്പം നമ്മൾ അടുപ്പിലൊക്കെ പാചകം ചെയ്തിട്ട്. അപ്പോൾ എന്താവും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. ഞാൻ അതിൽ നിന്ന് തീയൊക്കെ എടുത്ത് കോലൊക്കെ എടുത്ത് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കനലിന് കിടന്നിട്ട് അങ്ങോട്ട് വേവട്ടേന്ന് വെച്ചിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ പയറങ്ങോട്ട് കഴുകിയെടുത്ത ആ ഒരു നനവുണ്ടല്ലോ അതിലാണ് കേട്ടോ റെഡിയാക്കി എടുത്തത്. അങ്ങനെ ഇതേ ഉപ്പേരി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് അകത്ത് അങ്ങോട്ട് കൊണ്ടുവയ്ക്കാം, എന്നിട്ട് ബാക്കി പണി തുടങ്ങാം. അപ്പോൾ ഞാൻ ഗ്യാസ് അടുപ്പൊക്കെ ഇങ്ങോട്ട് നീക്കിയിട്ടുണ്ട്. എൻ്റെ അടുപ്പ് വയ്ക്കുന്ന സ്ഥലമാണ് കേട്ടോ. അവിടെ നിന്ന് അതൊക്കെ അങ്ങോട്ട് നീക്കി അവിടുത്തെ പൊടികളൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞതിന് ശേഷം ഞാൻ ഇത് കലക്കി വെച്ചിട്ടുണ്ടായി. തന്നെ വൈറ്റ് സിമെൻ്റാണ് കേട്ടോ. അത് പെയിൻറ്റോ കുമ്മായോ ഒന്നും അല്ല കേട്ടോ, വൈറ്റ് സിമെൻ്റാണ്. ചെറിയൊരു കളർ കിട്ടുമോ നോക്കാം, എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ ഇതിൽ അങ്ങോട്ട് പിടിക്കാനും കുറച്ച് പാടാണ് കേട്ടോ. ഇതിലങ്ങനെ പിടിക്കുന്നുമില്ല കേട്ടോ ഈ സംഭവം. ഇതിപ്പോൾ നമ്മൾ തേക്കാത്ത ചുമരായ കാരണം കൊണ്ട് തന്നെ ഹോളോ ബ്രിക്സ് വെറുതെ ഇങ്ങനെ ഇട്ടേക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെറിയ ഹോൾസ് ഒന്നും അല്ല കേട്ടോ, വലിയ ഹോൾസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പെയിൻറ്റ് അടിച്ച് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ നന്നായിട്ട് പിടിക്കണമൊന്നുമില്ല കേട്ടോ. എന്നാലും ഞാനൊന്നും നോക്കിയൊന്നുമില്ല, ചെറിയൊരു കളർ കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അടിച്ച് കുറച്ച് ഇങ്ങോട്ട് ആയപ്പോഴാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് ആ ജനലിൻ്റെ അടിയിലൊക്കെ ഞാൻ അടിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോഴാണ് ഓർമ്മ വന്നത്, വീഡിയോ ഓൺ ആക്കിയിട്ടില്ലല്ലോ എന്നുള്ള കാര്യം കേട്ടോ. അങ്ങനെ എന്തായാലും ബാക്കിയുള്ളത് എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ എടുക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് അടിച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഒരു ഹാർട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കമൻറ്റ് തന്നെ ഇട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കമൻറ്റും ലൈക്കൊക്കെ ഭയങ്കര കുറവാണേ. അങ്ങനെ ഇത് ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൊത്തത്തിലടിക്കണമൊന്നുമില്ല കേട്ടോ, എനിക്ക് എത്തുന്ന ഒരു ഭാഗം മാത്രം. അതിപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണുന്ന ഒരു ഭാഗം മാത്രം കേട്ടോ. എവിടെയെങ്കിലും ഒന്ന് വൃത്തിയായി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ആ ഒരു ഭാഗം മാത്രം ഞാൻ അടിക്കുന്നുള്ളൂ. ഒന്നില്ല അത് മാത്രമല്ല, അതുകൊണ്ടല്ല കേട്ടോ, ഇതാകെ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. നമ്മളവിടെ പുറത്ത് ബാത്റൂമിലേക്ക് അടിക്കാൻ വേണ്ടി മേടിച്ച് വെച്ചതാണ്. കുറച്ചുള്ളൂ എന്നല്ല, ഉണ്ട് ഇഷ്ടം പോലെ. പക്ഷെ അത് അവിടെ അടിക്കാൻ വേണ്ടി മേടിച്ച് വെച്ചിട്ടുള്ള. ഇനിയിപ്പോൾ ഇത് എന്തായാലും അടിച്ച് തീർക്കണം. ഇനി ഒരാളെ നോക്കി നിന്നാൽ ശരിയല്ല. അപ്പോൾ ഞാൻ തന്നെ അടിക്കാൻ വെച്ചിട്ട് ഇത് ഇപ്പോൾ വിളിച്ചപ്പോൾ കാനോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അടിക്കുക, എന്താണ് അതിൽ ചേർക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ ആ സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അടിച്ചപ്പോൾ ഇത് ഏകദേശം കുറച്ച് കളറൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കുറേയൊക്കെ നിലത്തും പോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.